ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഓഡിറ്റ് പ്ലാനിങ് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ എന്ന് പറയുമ്പോൾ കുറച്ചെല്ലാം നമുക്ക് മേ ബി ഒരു എസ്സേ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. വന്നിട്ടുണ്ടോ വരുമോയെന്നൊന്നും എനിക്കറിയില്ല, വന്നേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓഡിറ്റ് പ്ലാനിങ് നോക്കാം. ഈ ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓഡിറ്റ് പ്ലാനിങ് നോക്കാം. Pre-arranging and coordinating the work of audit of a client is called planning of audit. അതായത് ഒരു ഓഡിറ്റ് നടത്തുന്നതിന് മുന്നേ ആയിട്ട് അവരെന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്. അതാണ് പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദി വർക്ക് ഓഫ് ഓഡിറ്റ്. അതായത് ഒരു ഓഡിറ്റ് എങ്ങനെയാണ് നടത്തേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാനിങ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് പ്രിലിമിനറി സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം 16 സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണാണ്ട് പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിനുള്ള ഒരു ഈസി ടിപ്പാണ്. ആദ്യം നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഈ 16 പോയിൻറ്റും നിങ്ങൾ ഒരു നോട്ട്ബുക്കിലോട്ടോ അല്ലാണ്ട് പ്രിൻ്റ് എടുത്തോ വല്ല PDF വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 16 പോയിൻറ്റും നിങ്ങൾ കാണാണ്ട് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാനുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഓക്കെ, ബിഫോർ കമൻസിങ് ആൻ ഓഡിറ്റ് ദ ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് ഇഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ഈസ് ഇൻ ഓർഡർ. അതായത് ഓഡിറ്റിങ് നടത്തുന്നതിന് മുന്നേ ആയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, അയാളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറിനനുസരിച്ചിട്ട് തന്നെ ഉള്ളതല്ലേ എന്നുള്ളത് അയാൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതാണ് ബിഫോർ കമൻസിങ് ആൻ ഓഡിറ്റ് ദ ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് ഇഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ഈസ് ഇൻ ഓർഡർ. ഇൻ ദ കേസ് ഓഫ് കമ്പനി ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലാണ് ഓഡിറ്റിംഗ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൽ ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, if he has been appointed in place of a retiring auditor, he should get a consent letter from the previous auditor. അതായത് ഒരു പുതിയ ഓഡിറ്ററെ ഒരു കമ്പനിയിൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാണ്, ഒരു പുതിയ ഓഡിറ്ററെ. അങ്ങനെ ഒരു പുതിയ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓഫ് കോഴ്സ് അവിടെ എന്തുണ്ടായിരിക്കും, ഒരു പഴയ ഓഡിറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അയാൾ റിട്ടയർ ആയിട്ട് പോയതുകൊണ്ടായിരിക്കാം ഒരു പുതിയ ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്, അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ പഴയ ഓഡിറ്ററുടെ കയ്യിൽ നിന്നും ഒരു കൺസെൻറ്റ് ലെറ്റർ ആര് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം, നമ്മുടെ പുതിയ ഓഡിറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഇഫ് ഹി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ഇൻ പ്ലേസ് ഓഫ് എ റിട്ടയറിംഗ് ഓഡിറ്റർ ഹി ഷുഡ് ഗെറ്റ് എ കൺസെൻറ്റ് ലെറ്റർ ഫ്രം ദി പ്രീവിയസ് ഓഡിറ്റർ. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നതാണ് എൻഗേജ്മെൻറ്റ് ലെറ്റർ അഥവാ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്. An auditor engagement letter to his client signifies confirmation of his acceptance of the appointment as the auditor. അതായത് ഈ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, അവിടെ അക്സെപ്റ്റ് ചെയ്തു ആ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ്, ആ ഒരു ഓഡിറ്റിംഗ് നടത്തിക്കൊള്ളാനുള്ള ഒരു സമ്മതപത്രം. അതാണ് ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഓഡിറ്റർ ഷാൽ പ്രിപ്പയർ എ മെമ്മോറാണ്ടം ലിസ്റ്റിംഗ് ദ പോയിൻറ്റ്സ് എഗ്രീഡ് അപ്പോൺ ബിറ്റ്വീൻ ഹിം ആൻഡ് ക്ലയൻറ്റ്. ദ ഓഡിറ്റർ സെൻഡ് എ കോപ്പി ഓഫ് ദി മെമ്മോറാണ്ടം ടു ദി ക്ലയൻറ്റ്. അതായത് ഓഡിറ്റർ ഒരു മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യും, ഒരു എഗ്രിമെൻ്റ് ആണത്. ആരൊക്കെ, ഈ ക്ലയൻറ്റും നമ്മുടെ ഓഡിറ്ററും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്. എന്നിട്ട് ആ ഒരു എഗ്രിമെൻറ്റ്, ആ ഒരു മെമ്മോറാണ്ടം അതിൻ്റെ ഒരു കോപ്പി ആർക്ക് ഷെയർ ചെയ്യും, നമ്മുടെ ക്ലയൻറ്റിനെ ഷെയർ ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ് എന്ത്, ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെ മൂന്നാമത് പറയുന്നതാണ് സ്റ്റഡി നേച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ്. അതായത് ദ ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് ദി നേച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ദ കമ്പനീസ് ആക്ട് ഡിഫൈൻസ് ദം. അതായത് നമ്മുടെ ഓഡിറ്റർ ഉണ്ടല്ലോ, ഇപ്പോൾ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആ ഓഡിറ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ സ്കോപ്പ് എത്രത്തോളമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ നേച്ചർ, ആ ഒരു സ്ഥാപനത്തിന് എന്തൊക്കെയാണ്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ദ കമ്പനീസ് ആക്ട് ഡിഫൈൻസ് ദം. അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലാണ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ
കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. In the case of other firm, he should obtain definite instruction in writing from his client about the nature and scope of his work and duties. അതെല്ലാം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലല്ല അയാളെ അപ്പോയിൻറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, സ്കോപ്പ് എത്രത്തോളാണുള്ളതെന്നൊക്കെ ആ വ്യക്തിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതാണ് സ്റ്റഡി നേച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ്, 3ാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഓക്കെ. പിന്നെ 4ാമത്താണ് അക്വയർ നോളജ് അബൌട്ട് ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. അതായത് ഒരു പുതിയ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ആ ഓഡിറ്റർക്ക് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരു നോളജും ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് എന്ത് പറയുന്നത്, അക്വയർ നോളജ് അബൌട്ട് ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. The auditor should get fully acquainted with the nature of the business. ഓക്കെ, അതാണ് 4ാമത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ 5ാമതാണ് വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. അതായത് ഹി ഷുഡ് സ്റ്റഡി ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ് പെർട്ടൈനിങ് ടു ബിസിനസ് സച്ച് ആസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇൻ ദ കേസ് ഓഫ് കമ്പനി ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻ ദി കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അതായത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ കേസ് പറയുകയാണെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും, അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതൊക്കെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 5ാമത്തെ പോയിന്റ്. പിന്നെ 6ാമത് പറയുന്നതാണ് ഹി ഷുഡ് ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ ബുക്സ് മെയിൻറ്റെയിൻ ഇൻ ദി ഓഫീസ്. അതായത് ആ ഓഫീസിൽ എത്രത്തോളം ബുക്സാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് ആര് നോക്കിയിട്ടുണ്ടായിരിക്കണം, നമ്മുടെ ഓഡിറ്റർ നോക്കിയിട്ടുണ്ടായിരിക്കണം. The auditor should obtain a list of all books maintained in the office together with the names of the bookkeepers of such books with their specimen signature. Such a list should be duly attested by responsible official of the firm. അതായത് ആ ഒരു ഫേമിൽ എത്രത്തോളം ബുക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് ആരൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ സൈൻ അടക്കമായിരിക്കണം അവർ ആ ഒരു ലിസ്റ്റ് നമ്മളെ ഓഡിറ്ററെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. അതാണ് ഹി ഷുഡ് ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ ബുക്സ് മെയിൻറ്റെയിൻ ഇൻ ദി ഓഫീസ്. ഓക്കെ. പിന്നെ 7ാമത് പറയുന്നതാണ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ഓഡിറ്റ്. അതായത് ഹി ഷുഡ് ഗെറ്റ് എ പ്രീവിയസ് ഇയേഴ്സ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് സീ ദാറ്റ് ദ അക്കൗണ്ട്സ് ഡ്യൂറിങ് കറൻറ്റ് ഇയർ ഹാവ് ബീൻ ഓപ്പൺഡ് വിത്ത് ദസ് ബാലൻസ് വിച്ച് അപ്പിയർഡ് ഇൻ ദി പ്രീവിയസ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ്. അതായത് ഇതൊരു പുതിയ ഓഡിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ പഴയ ഓഡിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ ലാസ്റ്റ് എമൗണ്ടിനനുസരിച്ചിട്ടായിരിക്കണമല്ലോ ഇവിടെ നമ്മൾ അതായത് കഴിഞ്ഞ ഇയറിൽ ക്ലോസ് അക്കൗണ്ടിൽ ബാലൻസ് എത്രയാണോ അതായിരിക്കണം നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. അതാണ് എന്ത് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ഓഡിറ്റ് ഹി ഷുഡ് ഗെറ്റ് എ പ്രീവിയസ് ഇയേഴ്സ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് സീ ദാറ്റ് ദി അക്കൗണ്ട്സ് ഡ്യൂറിങ് കറൻറ്റ് ഇയർ ഹാവ് ബീൻ ഓപ്പൺഡ് വിത്ത് ദസ് ബാലൻസ് വിച്ച് അപ്പിയർഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ക്ലോസ് എമൗണ്ട് വെച്ചിട്ടല്ല ഈ വർഷം പുതിയ ഈ കറൻറ്റ് ഇയറിൽ ഓപ്പൺ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എക്സാമിൻ അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, അതായത് ഹി ഷുഡ് എക്സാമിൻ ദ അക്കൗണ്ടിങ് സിസ്റ്റം എംപ്ലോയ്ഡ് ബൈ ദി ക്ലയൻറ്റ് ആൻഡ് ബി ഫെമിലിയർ വിത്ത് ദ അക്കൗണ്ടിങ് സിസ്റ്റം. ഇഫ് ഹി ഫൈൻഡ് എനി വീക്ക് പോയിൻറ്റ് ഹി ഷുഡ് റെക്കമെൻഡ് റെമഡി ടു ദ ഡ്രോബാക്സ്. അതായത് അക്കൗണ്ടിങ് സിസ്റ്റം ആര് എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മുടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യാം. എന്നിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിഹാരം, ഒരു റെമഡി റെക്കമെൻഡ് ചെയ്യാറ് നമ്മുടെ ഓഡിറ്റർ, എന്നിട്ട് അത് തിരുത്തുക. അതാണ് എക്സാമിൻ അക്കൗണ്ടിങ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് 9ാമത്തെയാണ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഇഫ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഈസ് ഇൻ ഓപ്പറേഷൻ ഹി ഷുഡ് ഗെറ്റ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. എക്സാമിൻ ദ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആൻഡ് ദി സ്കോപ്പ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഇഫ് എനി ഓപ്പറേഷൻ ആൻഡ് നോട്ട് ഡൗൺ ഇറ്റ്സ് വീക്ക്നെസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലയൻറ്റ് സ്റ്റാഫ്. അതായത് ക്ലയൻറ്റ് സ്റ്റാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഉണ്ടാവുമല്ലോ, അത് എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ നോക്കണം. അതാണ് എന്ത് പറയുന്നത്,
duties of members of the client staff. The auditor should examine the duties of members of the client staff in relation to books kept by them. Okay. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസ്. അതായത് ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ ദ നെയിംസ് ഓഫ് ദി പ്രിൻസിപ്പൽ ഓഫീസേഴ്സ് ആൻഡ് ദി പെർട്ടിക്കുലേഴ്സ് ഓഫ് വർക്ക് കൺട്രോൾഡ് ബൈ ഈച്ച് ആൻഡ് റേഞ്ച് ഓഫ് ദെയർ അതോറിറ്റി. അതായത് പ്രിൻസിപ്പൽ ഓഫീസ് എന്ന് പറയുമ്പോൾ മേലുദ്യോഗസ്ഥർ. ഓക്കെ. അപ്പോൾ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെ കൺട്രോൾ, അത്തരത്തിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതാണ് ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ ദ നെയിംസ് ഓഫ് ദി പ്രിൻസിപ്പൽ ഓഫീസേഴ്സ് ആൻഡ് പെർട്ടിക്കുലർ വർക്ക് ഓഫ് കൺട്രോൾഡ് ബൈ ഈച്ച് ആൻഡ് ദ റേഞ്ച് ഓഫ് ദെയർ അതോറിറ്റി. അതാണ് ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ ടു ദി ക്ലയൻറ്റ്. അതായത് ദ ഓഡിറ്റർ ഷുഡ് ഇഷ്യൂ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ടു ദി ക്ലയൻറ്റ്. അതായത് ആ ഒരു ക്ലയൻറ്റിന് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആര് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഓഡിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദ ഗ്രാവിറ്റി ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ആൻഡ് ദി നേച്ചർ ഓഫ് ബിസിനസ്. ഓക്കെ, അതാണ് ഇൻസ്ട്രക്ഷൻ ടു ദി ക്ലയൻറ്റിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താ, ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ദി ഓഡിറ്റ് വർക്ക് ടു ബി പെർഫോംഡ് ബൈ ദി ഓഡിറ്റർ. അതായത് ഒരു ഓഡിറ്റ് വർക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ, അതാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഈസ് എ റിട്ടൺ സ്കീം പ്രിപ്പയർഡ് ബൈ ദി ഓഡിറ്റർ ടു ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് ഓഫ് ഓഡിറ്റ് എമംഗ് ദി ഓഡിറ്റ് സ്റ്റാഫ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സിസ്റ്റം ഓഡിറ്റ്. സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഓഫ് ആൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർസ്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തുള്ള ഒരു ഓഡിറ്റ്, അതാണ് സിസ്റ്റം ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഓഡിറ്റർ വാണ്ട്സ് ടു ആസസ് എഫക്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ആസ് പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, റിട്രൈവ്ഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. അതായത് ഓഡിറ്റ് വർക്ക് എന്ത് ചെയ്യാണ്, ഓഡിറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഓഡിറ്റ് പ്രോഗ്രാം ദ ഓഡിറ്റർ ഡിവൈഡ്സ് ദി വർക്ക് എമംഗ് ഹിസ് അസിസ്റ്റൻറ്റ് അക്കോർഡിംഗ് ടു ദെയർ എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്. അതായത് ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ജൂനിയർ അസിസ്റ്റൻസിന് എന്ത് ചെയ്യും, ആ ഒരു ഓഡിറ്റ് വർക്ക് അവരുടെ സ്കില്ലിനനുസരിച്ചിട്ടും എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ദി അലോട്ട്മെൻറ്റ് ഓഫ് വർക്ക് മേ ബി മെയ്ഡ് വിത്ത് ദ സീനിയർ ആൻഡ് ജൂനിയർ അസിസ്റ്റൻസ്. ഓക്കെ. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഫൈനലി ദ ഓഡിറ്റർ സബ്മിറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എഗ്രിമെൻറ്റ്. ഓക്കെ. അപ്പോൾ ഈ 16 സ്റ്റെപ്പാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്നതിനാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 16 പോയിൻറ്റ്സ് നിങ്ങൾ കാണാണ്ട് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ തട്ടിക്കൂട്ടി എഴുതുക. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.